ഇന്നുണ്ടല്ലോ ഒരു ചൈനീസ് മാർക്കറ്റിലേക്കാണ് വന്നേക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദുബായിലെ ഏറ്റവും വലിയ ചൈനീസ് ട്രേഡിംഗ് ഹബ്ബായ ഡ്രാഗൺ മാർട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റോ ടേസ്റ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കമാ. ഞാൻ ഈ പ്ലേസിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, കുറേ കടകളുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറച്ച് തുണിയുടെ കടകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് പോവാം. എനിക്കറിയില്ല ശരിക്കും ഇപ്പോഴാണെങ്കിൽ എൻ്റെ കൂടെ ഒക്കെ പോകുന്നുള്ളത്. ഇത് നോക്കി നല്ല രസമല്ലേ? ഏത് ടൈപ്പ് ഹെയർ വേണം നോക്ക്. ഈ ഹെയറിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, എന്താ പറയുക, നമുക്ക് സാധാ നോർമൽ ഹെയർ പോലെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അയൺ ചെയ്യാം, ഷാമ്പു ചെയ്യാം, കണ്ടീഷൻ ചെയ്യാം, കട്ട് ചെയ്യാം, വേണമെങ്കിൽ ഇതിനെ വേറെ കളറാകുമ്പോൾ ചെയ്യാം. 150 dirhams അവർ പറയുന്നത്. പിന്നെ ഡിസ്കൗണ്ട് തരും. ഇതേ ഇവിടെ വരുമ്പോൾ ഒരു ടോയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്രാബിനെ കണ്ടോ? അതിന് വാൽ അവിടെ കെട്ടി വെച്ചേക്കാണ്, ഒട്ടിച്ച് വെച്ചേക്കാണ്. ക്രാബ് കുട്ടൻ. ഈ ലൈറ്റുകളൊക്കെ നോക്ക്. നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാൻ പാകത്തിനുള്ള നല്ല അടിപൊളി ലൈറ്റുകൾ. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടല്ലോ ഒരു ഡിസ്കോ ലൈറ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ക്യാമറ ഉണ്ടെന്നുള്ളത്, ഒരു റോബോട്ട് ടൈപ്പ് ഉള്ളത്. ഇത് ഞാനിവിടെ ഒരു വെറൈറ്റി ഒരു കട കണ്ടേ. നോക്കിയാൽ നല്ല അടിപൊളി ഐറ്റംസ്, നല്ല സൂപ്പർ ഐറ്റംസ്. എനിക്കറിയില്ല ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ എന്താ പറയുന്നത്. നോക്ക്, നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പാകത്തിന് പോലത്തുള്ള സാധനങ്ങൾ, നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ. പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഇതിനൊക്കെ 45 dirhams ഉള്ളൂ. ഇതേ ഒരു മുതലക്കുട്ടി. നമുക്കൊരു മുതലക്കുട്ടീനെ വാങ്ങിച്ചിട്ട് പോയാലോ? ഇതാണ് ഒറിജിനൽ മുതലക്കുട്ടി. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷോപ്പ്. എനിക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെ സംഭവങ്ങളല്ലേ കണ്ടിട്ടില്ലാത്തത്. ക്ലോക്സ്, പിന്നെ നോക്ക് പണ്ടത്തെ ഈ സോൾജേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ തൊപ്പി വെച്ചിട്ട് അവരുടെ തൊപ്പികൾ. എനിക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് നോക്ക്, നല്ല രസമുണ്ട്. ഷിപ്പുകൾ മോളിൽ കയറ്റി വെച്ചേക്കുന്നു. മസാജറേ, ഈ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാല്ലേ. ഓക്കെ, ബ്യൂട്ടി വിൽ സേവ് ദ വേൾഡ്. നൈസ്. ക്യാമറാസ്, കുറേ ലൈറ്റുകൾ, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. നമുക്കിതൊക്കെ എന്താ പറയുക, അവരുടെ അടുത്ത് പറഞ്ഞ് പ്രൈസ് നമ്മുടേതായ രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റും.
നമ്മളിപ്പോൾ ഇത് കുറച്ചൊരു ബിസിയുള്ള പ്ലേസിലേക്ക് വന്നു. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വേറൊരു ലോകം തന്നെ. നോക്ക് ഗൈസ്, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഷോപ്പാണ് കേട്ടോ ഈ ഷോപ്പ്. നമുക്ക് ഫുൾ ചാൻഡിയേഴ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കി ഇത് കാണാനായിട്ട്. നമ്മുടെ ഇവിടുത്തെ ഉള്ള ലോക്കൽ എമിറാറ്റീസിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി. അവർ ഈ ലൈറ്റിങ്ങിനോട് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻസ് വെക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒക്കെ പോലത്തെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ചാൻഡിയേഴ്സ് ആണ്. വില്ലാസിൽ മാത്രമല്ല എല്ലാ ഹോട്ടൽസിലും, ലക്ഷറി ഹോട്ടൽസിലും ഉണ്ട് കേട്ടോ. നമുക്ക് വാള്, പണ്ടത്തെ വാള്, കത്തികളൊക്കെ പണ്ടത്തെ അല്ല, ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഈ ഇൻറ്റീരിയർ ഐറ്റംസിന് ഇവിടുത്തെ എന്നല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ആയാലും ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആയാലും ഹോട്ടൽസിൻ്റെ ആയാലും. ഈ ലൈറ്റ് നോക്ക്, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ ലൈറ്റാണ് കേട്ടോ നമ്മുടെ അറബിക് ട്രഡീഷണൽ ലൈറ്റുകൾ. ഈ ടൈപ്പ് ലൈറ്റുകൾ നമുക്കിവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ ലൈറ്റ് ഉണ്ടല്ലോ, എന്ത് വലിയ ലൈറ്റാന്ന് നോക്കിയേ. ഈ ലൈറ്റ് അങ്ങ് മുകളിൽ തൊട്ട് താഴെ വരെ ഇത്രയും വലുതാണ്. ഇതിന് 17,000 ദിറംസ് ആണ്, ഏകദേശം ഒരു 3-3.5 ലക്ഷം. കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല, ഏകദേശം ഒരു 3.5 ലക്ഷം അടുത്ത് വന്നൊരു ലൈറ്റാണ് കേട്ടോ അത്. ഈ ലൈറ്റ് നോക്കി, നല്ല വെറൈറ്റി ലൈറ്റ് അല്ലേ. ഇതെന്ന് പറയണമെന്നുണ്ടല്ലോ അക്രലിക്കാണ് കേട്ടോ. അക്രലിക്കിൻ്റെ എൻഡിൽ നമ്മുടെ LED ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്തേക്കണത്. നല്ല രസമുണ്ട്. ഇത് ഏകദേശം ഒരു 10,000-12,000 ആ റേറ്റിലാണ് കേട്ടോ വന്നത്. അവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇതൊരു നെറ്റ് പോലെ തോന്നുക. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ശരിക്കും നെറ്റ് പോലെ തോന്നും. പക്ഷെ ഇത് അക്രിലിക്കാണ്. നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ ലിവിങ്ങിലല്ല ഡൈനിങ്ങിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ലൈറ്റുകളെ. പക്ഷെ ഇത് നോക്ക്, ഞാനിപ്പോൾ എവിടെ നിൽക്കണേ നോക്കിയേ. ലക്ഷറി എന്ന് വെച്ചാലോ ഒരു വേറൊരു എന്താ പറയുക അടിപൊളി. എനിക്ക് പറയാൻ കിട്ടുന്നില്ല എന്താന്നുള്ളത്. ചാൻഡിയേഴ്സ് ഫുൾ ലൈറ്റിൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ ചാൻഡിയേഴ്സ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഷോപ്പ് എന്ന് പറയണത് ഇങ്ങനെ ചാൻഡിയേഴ്സിൻ്റെ ഷോപ്പാണ്. നമുക്ക് ഈ ലൈറ്റ് നോക്ക്, ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, എന്ത് വെറൈറ്റിയാണ് നോക്ക്. ഞാനിങ്ങനെ നടന്ന് വരുമ്പോഴാണ് കേസ് വേറൊരു സംഭവം ശ്രദ്ധിച്ച് നോക്കി. എനിക്കിത് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നെന്ന് പറയാം, നമ്മുടെ എറണാകുളത്തെ പെഞ്ചാമേനക ആ ഒരു സ്ഥലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഫുൾ ഫോണിൻ്റെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ. ഫോൺ കവേഴ്സ്, ഡ്രസ്സ് നോക്ക്, ഒരു അടിപൊളി സാധനം, വെറൈറ്റി സാധനം. ഹെൽമെറ്റ് പോലത്തെ ഒരു ഐറ്റമാണ്. ഹെൽമെറ്റ് അല്ല അത്, പക്ഷെ മാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസ് ഉണ്ട്. അതിൽ 3 പീസുകളാണ് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ സെയിം നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് നോക്ക്, ഗോൾഡൻ ക്ലോസറ്റ്. എന്തൊക്കെ ടൈപ്പ് വെറൈറ്റീസ് ആണല്ലേ, ബ്ലാക്ക്, ഗോൾഡൻ. ഇതൊരു എന്താ പറയുക സാനിറ്ററി ആക്സസറീസ് ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ഷോപ്പുകളുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ, അതായത് ഒരു കമ്പനി തുടങ്ങാനായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ, ഒരു വീട് പണിത് തൊട്ട് അതിൻ്റെ ഫുൾ വർക്ക്, ഫിറ്റ് ഔട്ട് ഐറ്റംസ് ഏറ്റവും നന്നായിട്ട് കൂടുതലുണ്ട് ഇവിടെ. ഡെക്കറേറ്റീവ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും, ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഒരാൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഒരു വീട് പണി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ ഐറ്റംസ്, സാനിറ്ററി ഐറ്റംസ്, അതുപോലെ തന്നെ വീടിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഡ്രസ്സ്, എന്തൊക്കെ വേണം, സ്റ്റേഷനറീസ്, ഫാൻസീസ്, അങ്ങനെ എന്തൊക്കെ വേണം അതെല്ലാം കിട്ടുക. അതും നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് എടുക്കാൻ പറ്റും ഇവിടുന്ന്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ കമ്പനികളിലെ ആൾക്കാരുകളാണ് കേട്ടോ വന്നത്. പുറത്തത്തെ ഓരോ കമ്പനീസ് നടത്തുന്ന ട്രേഡിങ് കമ്പനീസ് നടത്തുന്ന ആൾക്കാരുകളാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ, ഏറ്റവും ലാഭം അത് തന്നെയാണ് ഹോൾസെയിലായിട്ട് വാങ്ങുന്നത്. ഇപ്പോൾ ഏത് വഴിയാണ് വന്നേ ഏത് വഴിയാണ് പോണേന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ, കാരണം അത്രയുണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വന്നു മേക്കപ്പ് ഐറ്റംസ്. ഞാൻ നേരത്തെ കണ്ടായിരുന്നു, പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആണ്. ഗൈസ്, ഞാനുണ്ടല്ലോ അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട്. ഞാനൊന്ന് ആദ്യം കുറച്ചധികം റേറ്റ് പറഞ്ഞു, പക്ഷെ ഞാൻ വില പേശി ഞാൻ പറഞ്ഞ റേറ്റിൽ എനിക്ക് അവർ തന്നു കേട്ടോ. പോകുന്ന വഴിക്കോടുണ്ടല്ലോ ഈ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കിട്ടും. കാരണം അവരവരുടെ പെർഫ്യൂം വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ആ പെർഫ്യൂമിൻ്റെ എന്താ പറയുക, ചെറിയ സ്മെല്ല് നമുക്ക് സാമ്പിളായിട്ട് തന്നതാട്ടോ. ഇപ്പം ഞാനിപ്പോൾ നടന്നിട്ട് അതിൽ കുറേ ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത് യൂറോപ്പും ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും അതുപോലെ തന്നെ ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. കുറേ സംഭവങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അവർ ഈ ദുബായിലെ ഈ ഡ്രാഗൺ മാർട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. ചെറിയ ചെറിയ ഐറ്റംസ് തൊട്ട് വലിയ ഐറ്റംസ് വരെ. ഇത് നോക്കിയേ, നമ്മുടെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വിറകൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ വെയിൽ കഴിയാൻ വേണ്ടി ഇരിക്കില്ല, അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ സാധനമാണ് കേട്ടോ അത്. നല്ല രസമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടെമ്പറേച്ചറൊക്കെ, അതായത് അപ്പോൾ ആ തീയുടെ ആ സാധനം ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കും കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടത് വേറൊരു കളർ, റെഡ് കളറിൽ, മറ്റേതൊക്കെ ഒരു ഓറഞ്ച് കളർ ടൈപ്പ്. ശരിക്കും ഇത് നാച്ചുറലായിട്ട് തോന്നില്ലേ? ഇത് രസമാണല്ലേ കാണാനായിട്ട്. ഇതിലിവിടെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടുത്തെ എല്ലാ ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിലും ഇതുപോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഞാനും വർക്ക് ചെയ്യുന്നത് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിലാണ്. എൻ്റെ ഓഫീസിലുണ്ട് ഇതുപോലെ. അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഇതെന്താണെന്നറിയോ ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചു കഴിക്കാനുള്ള സംഭവമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്താണെന്നറിയോ, നമ്മുടെ കുന്തിരിക്കം പോലത്തെ സാധനമാണ്. കത്തിച്ച് നല്ല മണം വന്ന സംഭവമാണിത്. നോക്കി ഇവിടെ ഉണ്ടല്ലോ കുറേ മിനിയേച്ചർ ഇതുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ട്. നോക്ക്, നല്ല രസമാണ് കാണാനായിട്ട്. നോക്ക്, പിള്ളേരൊക്കെ അട്രാക്ട് ചെയ്യുന്ന അടിപൊളി സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. പിള്ളേരെ വേണ്ട, എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വാങ്ങണം എന്നുള്ള സംഭവം വന്നു. ഇതുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഈ നോക്കിയേ, ജ്വല്ലറീസിൻ്റെ ഒരു സെറ്റ് പോലെയാണ് അത് വെച്ചേക്കണത്. ഊതിൻ്റെ സാധനം വരെ അവർ വെച്ചിട്ടുണ്ട്, ആ ബോട്ടിൽസ് വരെ അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വെറൈറ്റി ടൈപ്പ് സംഭവങ്ങളുണ്ട് അവിടെ. ഇത് നോക്ക്, ഇപ്പം ഞാനിപ്പോൾ കയറാൻ പോണതുണ്ടല്ലോ ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് കേട്ടോ. ഒക്കെ എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പക്ഷെ നിങ്ങൾ നോക്കി എന്ത് രസമാണ് കാണാനായിട്ടെന്ന്. വെറൈറ്റി കളേഴ്സും ഫ്ലവേഴ്സും ആണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയേ, നമ്മുടെ ബോഗൺവില്ലയാണ് ഈ സാധനം. എന്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണെന്ന് നോക്കി. എല്ലാം ഒരു എന്താ പറയുക, ക്ലോത്ത് ആണോന്ന് അറിയില്ല, ക്ലോത്തൊക്കെ പോലെ. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു പച്ചപ്പ് നിറഞ്ഞു. ഇവിടെ ഫുള്ള് ഇപ്പോൾ ഈ ഒരു പോർഷൻ മൊത്തം പച്ചപ്പായിട്ടാണ്. പക്ഷെ നോക്കി ഇവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഷോപ്പ് ഇട്ടാ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോപ്പിൻ്റെ അകം കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യാനായിട്ടുണ്ട് ഒരു ഒലിവിൻ്റെ മരമാണ് കേട്ടോ അവർ വെച്ചേക്കുന്നത്, ചെറിയൊരു ഒലിവിൻ്റെ മരം. അത് ഈവൻ അതിൻ്റെ ഈ കായ വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രങ്ക് ഉണ്ടല്ലോ ഇത് ഒറിജിനലാണ്, അത് അവർ റൂട്ടോടെ ഒക്കെ തന്നെ വേരോടെ തന്നെ കൊണ്ടുപോയി വെച്ചേക്കുകയാണ്. പക്ഷേ ഈ ബ്രാഞ്ചസ് അവർ ആർട്ടിഫിഷ്യലാക്കി ചെയ്തേക്കുക. ഈ ഒലീവ് ഈ ഒരു എന്താ പറയുക അറബ് കൺട്രിയിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് വേറൊരു സംഭവം വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറ ഫ്ലവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ ഫുൾ മലയാളി ചേട്ടന്മാരാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കാം. ഞാൻ വേറൊരു കാര്യം കാണിച്ചാട്ടെ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത സാധനമാണ് നമ്മുടെ തെങ്ങ്. ഇത് നിങ്ങൾ നോക്ക്,
അവന് ആർട്ടിഫിഷ്യലായിട്ടൊരു തെങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വരെ നോക്ക്, നല്ല അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പം നമുക്ക് എന്താ പറയുക, ചെറിയ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സംഭവങ്ങൾ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് കിട്ടും. എന്ത് രസമാണെന്ന് നോക്കി. ഇതുവരെ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരുകളുണ്ടാവും നമ്മുടെ ഇന്ത്യയുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഇവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കാട് ഫീലിംഗ് ഇല്ലേ? നോക്കി, ഇവിടെ നെല്ലുണ്ടാക്കി വെച്ചേക്കണം. നോക്കി, നെല്ലിൻ്റെ ഒരു പ്ലാന്റ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നപ്പോഴാട്ടോ നാരങ്ങ മരം കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല കേട്ടോ ഇത് എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആണെന്നുള്ളത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, താഴെ തൊട്ട് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വലിയ മരമാണ്. ഇത് നോക്ക്, വേറൊരു സംഭവം. ഇവിടെ ഇങ്ങനത്തെ മരങ്ങളൊക്കെ വളരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ അവരെങ്ങനെ നല്ല ലാൻഡ്സ്കേപ്പിങ്ങിനായി വേണ്ടിയിട്ടുള്ള പല ഈ മറ്റേ മരങ്ങൾ, അതുപോലെ തന്നെ ചെടികളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ സാധനം കണ്ടു, എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നു, നമ്മുടെ പാടത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുലിക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ അപ്പൂപ്പൻ താടികൾ പോലത്തെ സാധനം പോവില്ല. എനിക്ക് അതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് ഈ ഒരു ഷോപ്പ് കണ്ടോ, ഒത്തിരി ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി സ്വിങ്സ് ഉള്ള ഷോപ്പാണ്. അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്പ് ഡൈനിങ് ടേബിൾസ് അവരിങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പാത്രങ്ങളടക്കം ഒരു സെറ്റ് പോലെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയും ചെയ്യാം, പക്ഷേ അതേപോലെ നല്ല നല്ല രസമുണ്ട്. ഒരു ചൈനീസ് മോഡൽ ടൈപ്പാണ് എല്ലാ. പിന്നെ ഇത് നോക്ക്, നല്ല വെറൈറ്റി ആയിട്ടില്ലേ? നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ സെപ്പറേറ്റ് കാണുന്ന പോലെ, റെസ്റ്റോറൻറ്റ്സിൽ മാത്രമല്ല ചില വീടുകളിൽ ഉണ്ടാവുമായിരിക്കും ഇവിടുത്തെ, പക്ഷെ നമുക്കത് അറിയില്ല. പക്ഷെ നോക്ക്, എന്ത് രസമാണ് കാണാൻ. നോക്ക്, എനിക്ക് ഈ ഒരു ഷോക്കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അട്രാക്റ്റീവാണ്, നല്ലൊരു സിമ്പിൾ ആൻഡ് എലിഗൻറ്റ് ടൈപ്പ് സംഭവം. വലിയ ഹെവി സാധനങ്ങളല്ല കേട്ടോ, പക്ഷേ നോക്കിയാൽ നല്ല ബാമ്പു പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട്, ബാമ്പു അല്ല പക്ഷേ കയറ് പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് അവരിത് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി ടൈപ്പ് സംഭവങ്ങളുണ്ട്. ഈ സ്പ്രിങ് അടിപൊളിയാണ്. ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് കേട്ടോ. 4 കോർട്ടുണ്ട്. നമുക്കിവിടെ എന്താ മണിക്കൂറിന് പേ ചെയ്തിട്ട് നമുക്കിവിടെ കളിക്കാൻ പറ്റും. ബാഡ്മിൻ്റൺ മാത്രമല്ല, ടേബിൾ ടെന്നീസിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട് അവിടെ. ഒത്തിരി നടന്നു കേട്ടോ, കുറേ നടന്നിട്ട് തീരുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ കുറച്ച് മേക്കപ്പിൻ്റെ ഐറ്റംസും, എനിക്ക് അത്രയും വലിയ മേക്കപ്പൊന്നും അറിയില്ല, പക്ഷെ എന്നാലും കുറച്ച് മേക്കപ്പിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസൊക്കെ കാണുമ്പോൾ എനിക്ക് അവിടേക്ക് ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട്. അപ്പം ഞാൻ ഇനി നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്ന് വാങ്ങാൻ നമുക്ക് വിചാരിച്ചു. പിന്നെ ഹോൾസെയിലായിട്ട് വാങ്ങണം, അപ്പോൾ കുറച്ചധികം വാങ്ങിച്ചാലാണ് നമുക്ക് നല്ല ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ദുബായിലേക്ക് വന്നവരുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ വിസിറ്റിങ്ങിനൊക്കെ വന്നവരാണെങ്കിൽ ഈ ഡ്രാഗൺ മാർട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് വാങ്ങണമെങ്കിൽ ഇവിടെ നല്ല വേർത്താണ് കേട്ടോ. നല്ല പ്രൈസ് കുറച്ച് കിട്ടും. പിന്നെ നമുക്ക് വില പേശാൻ പറ്റുമെങ്കിൽ അതേപോലെ വില പേശി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.